നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ആം ആദ്മി പാർട്ടി ഖലിസ്ഥാൻ ഭീകരരുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു. കാനഡയിൽ വെച്ച് ഖലിസ്ഥാൻ തീവ്രവാദികളുമായി ആം ആദ്മിയുടെ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഖബ്ബർ ഹിൽസ ഇന്റർനാഷണൽ നേതാവ് ഹർജീത് സിംഗ് ബാജ്വയുമായാണ് കുൽത്താർ സിംഗ് കാനഡയിലെ മോൺട്രിയലിൽ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത്. 2022 സെപ്റ്റംബറിലായിരുന്നു യോഗം നടന്നത്. ഖലിസ്ഥാൻ രാജ്യത്തിനായി റഫറൻഡം നടത്തണമെന്ന ആവശ്യമുയർത്തി സമരം നടത്തുന്നവരെ അറസ്റ്റ് ചെയ്യരുത് എന്നതായിരുന്നു ഖബ്ബർ ഹിൽസയുടെ ആവശ്യം. കാനഡയിൽ നിന്ന് പാർട്ടിക്ക് ആവശ്യമായ ഫണ്ടിംഗ് തുടരണമെന്നായിരുന്നു ആപ്പിന്റെ ആവശ്യം. 2022 സ്വാതന്ത്ര്യദിനത്തിൽ കാനഡയിലെ ഭാരത കോൺസുലേറ്റ് ആക്രമിക്കുകയും ദേശീയ പതാക കത്തിക്കുകയും ചെയ്ത സംഭവത്തിന് നേതൃത്വം നൽകിയ ഖലിസ്ഥാനി ഭീകരനാണ് ബാജ്വ. പ്രത്യേക ഖലിസ്ഥാൻ രാജ്യം വേണമെന്നാവശ്യപ്പെട്ട് കാനഡ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഭാരത വിരുദ്ധ പ്രവർത്തനങ്ങളുടെ നേതാവ് കൂടിയാണ് ബാജ്വ. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എന്നിവരുമായി ഖലിസ്ഥാനി നേതാക്കൾ യോഗം നടക്കുന്നതിനിടയിൽ ഫോണിൽ ബന്ധപ്പെട്ടുവെന്നും തുടർന്ന് $50 ലക്ഷം പാർട്ടിക്ക് കൈമാറിയെന്നും പറയപ്പെടുന്നു. ഭീകര സംഘടനയായ സിഖ്സ് ഫോർ ജസ്റ്റിസ് നേതാവ് ഗുർപത്വന്ത് സിംഗ് പന്നു ആം ആദ്മി പാർട്ടിക്ക് ഖലിസ്ഥാനി സംഘടനകൾ $16 മില്യൺ അതായത് 133 കോടി രൂപ നൽകിയതായി വെളിപ്പെടുത്തിയിരുന്നു. 2014 2022 ഇടയിൽ ആം ആദ്മി പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായാണ് ഈ തുക കൈമാറിയതെന്നും പന്നു വെളിപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം ജയിലിൽ കഴിയുന്ന ഖലിസ്ഥാനി ഭീകരർ ദേവിന്ദർ പാൽ സിംഗ് ഭുള്ളിനെ മോചിപ്പിക്കാമെന്ന വാഗ്ദാനവും കെജ്രിവാൾ നൽകിയെന്നാണ് ഖലിസ്ഥാനി നേതാക്കളുടെ വെളിപ്പെടുത്തൽ.